ആരു നീ ലൈലയോ പ്രേമ സൗന്ദര്യം. ഈ പാട്ടും പാടി തിരുവല്ല നഗരസഭയിലെ കുറിച്ച് ഉദ്യോഗസ്ഥര് റീൽസ് എടുത്തു. അതിന് ഇണ്ടാസ് വന്നെന്നോ വാണിംഗ് കിട്ടിയെന്നൊക്കെ പറയുന്നു. ഇവിടുന്ന് അതിന് മേളിൽ നിന്ന് ഉന്നതങ്ങളിൽ നിന്നും ഉന്നതങ്ങളിലേക്ക്, അവിടെ നിന്ന് അതിലും ഉന്നതങ്ങളിലേക്ക് പോയാലോ അവർ പറയും ഇതൊന്നും പറ്റത്തില്ലെന്ന്. പണ്ട് ഡോക്ടർമാർ ഡാൻസ് കളിച്ചപ്പോൾ ഉണ്ടാകുന്നത് അതല്ലല്ലോ, ആണ് റാസ്പുട്ടിൻ ഇട്ടപ്പോൾ ഡാൻസ് കളിച്ചപ്പോൾ ചിലർ ഡോക്ടർമാർ അങ്ങനെ ഡാൻസ് കളിക്കാമോ, ഡോക്ടർമാർ ഡാൻസ് കളിക്കാൻ പാടില്ല, ഡോക്ടർമാർ ഡാൻസ് കളിച്ചാൽ എന്താ കുഴപ്പമെന്ന് അറിയത്തില്ല. പക്ഷെ മനസ്സിലായില്ലേ, അതുപോലത്തെ കുറച്ച് നാറികളുണ്ട്, അതെല്ലായിടത്തും ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ ഉന്നത ഉദ്യോഗസ്ഥരായിട്ടും ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ഈ പിന്തിരിപ്പന്മാരുണ്ട്. ഇവിടെ ഒരു റിക്രിയേഷൻ എന്ന നിലയ്ക്ക് അതിനകത്തൊരു പാട്ട് വേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ. അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചെയ്യണമെന്ന് അങ്ങോട്ട് പറയണം. അല്ലാതെ അവിടെ ഓരോരുത്തർ ജോലിക്ക് കയറിയിട്ട് മരഞ്ഞ് അങ്ങനെ ജോലി ചെയ്താലേ ശരിയാകത്തില്ല. അയ്യോ, എല്ലാവരും ഇവിടെ അങ്ങ് മെച്ചപ്പെട്ടവരോട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാം കൂടി, ഈ പോയവന്മാർ. ഇതൊക്കെ പുതിയ ആൾക്കാരാ, അവര് അങ്ങനെ ചെയ്യണം, അങ്ങനെയാ ജോലി ചെയ്യേണ്ടത്. അപ്പൊ പറയാം അങ്ങനെ ചെയ്യരുത്. വിവരം ഇല്ലാത്തവന്മാരായതുകൊണ്ട് പറ്റുന്ന വേറെ കമ്പനിയിലൊന്നും ആണെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമാകത്തില്ല. നല്ല കമ്പനി കേട്ടോ, ഇമാർ ചൂത്താൾ നടത്തുന്ന കമ്പനിയുണ്ട്. ഈ മലയാളി കമ്പനി എല്ലാം പൊതുവെ ഇങ്ങനെയൊക്കെ തന്നെ. അത് കൊള്ളാവുന്ന കമ്പനികളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അമേരിക്കനോ യൂറോപ്പിനോ കമ്പനികളിലൊക്കെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെയൊക്കെയുള്ള റിക്രിയേഷൻ അവർ തന്നെ കൊടുക്കും. ഇപ്പോൾ അമേരിക്കൻ കമ്പനിയുടെ കാര്യം ഞാൻ പറയാം, ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള അവിടെയെന്ന് വെച്ചാൽ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സിസ്റ്റം അങ്ങ് ഓഫ് ആവും. എന്നിട്ട് ഇങ്ങനെ കാണിക്കാൻ പറയും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വെറുതെ കാണിക്കണം. പിന്നെ ഈ എഴുന്നേറ്റ് എന്നിട്ട് ഇങ്ങനെ ചെയ്യും, ഈ നടുവിട്ട് ഇങ്ങനെ കറക്ക് എന്നൊക്കെ പറയും, എന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവർ പറയുന്ന അത്ര സാധനം ചെയ്ത് കഴിയുമ്പോൾ പിന്നെ സിസ്റ്റം ഓൺ ആവത്തുള്ളൂ. അതെന്തിനാന്ന് ചോദിച്ചാൽ ഈ ഓഫീസ് എക്കണോമിക്സ് പ്രശ്നങ്ങളുണ്ടല്ലോ, ഇപ്പോൾ നടുവേന, പെടലുവേന, ഈ സ്പോണ്ടിലൈറ്റിസ്, ടെന്നിസ് എൽബോ, അല്ലെങ്കിൽ ഈ ആങ്കിള്, ബാക്ക് പെയിൻ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്പൈൻ, മറ്റേ അകൽച്ച, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇതൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഓഫീസിൽ തന്നെ സിസ്റ്റത്തെ തന്നെ ചെയ്തേക്കുന്ന കാര്യങ്ങളാണ്. ഈ പാട്ടും ഡാൻസും ഒന്നും പറ്റാത്ത കേസൊന്നുമില്ല. എല്ലാവരുടെ കയ്യിലും വേണമെങ്കിൽ അവരവരുടെ സിസ്റ്റം കൊണ്ടെന്ന് വെച്ചിട്ട് തൊട്ടപ്പുറത്തെ മുറിയിലേക്ക് ശബ്ദം കേൾക്കാത്ത രീതിയിൽ വേണേൽ പാട്ടും കേൾക്കാം. ഈ കമ്പനിയുടെ ഒക്കെ വീഡിയോ ഞാനന്ന് എടുക്കാഞ്ഞത് ഞാൻ അത്രയും വിചാരിച്ചില്ല. അല്ലേ, ഞാൻ കാണിക്കാമെന്ന കമ്പനിയിൽ എന്തൊക്കെയാണ്, അങ്ങനത്തെ അമേരിക്കൻ കമ്പനി, അവിടെ നിന്ന് അത്ര റെസ്ട്രിക്ഷൻ ഇല്ല. എന്ത് വേഷം ഇടാം. എന്നെ നിങ്ങൾ കുവൈറ്റിൽ വെച്ച് കണ്ടാൽ ഞാൻ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണെന്ന് തോന്നത്തില്ല. ഈ മുടിയും വളർത്തി താടിയും വളർത്തി ഇമാതിരി ബനിയനും ഒക്കെ ഇട്ട് കളർഫുൾ ഷർട്ട്, പാൻറ്, എന്ത് കോപ്രായം വേണമെങ്കിലും കാണിക്കാം. കോപ്രായം നല്ല പറയണ്ടേ, നീറ്റ് ആയിരിക്കണം. ഒരു ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ അങ്ങ് അലമ്പരുത്. അല്ലാതെ ഇപ്പോൾ നല്ലൊരു ടീഷർട്ടോ ബനിയനോ ജീൻസോ ഷൂവോ ഏത് കളറിലോ കിട്ടാലും ഒരു കുഴപ്പമില്ല, മുടി വളർത്തിയാലും പ്രശ്നമില്ല. ഞാൻ അങ്ങനെയാണ് ഓഫീസിൽ പോയി കൊടുത്തത്. മലയാളി കമ്പനി വർക്ക് ചെയ്യുമ്പോൾ മുടിയെ പിടിക്കാൻ ഒരു 10 പേര് വരുവാന്ന്, മുടി വെട്ട് എന്നിട്ട് അവിടെ ഉള്ളത് ഒരു തെണ്ടിക്ക് എന്നാൽ ഈ പറഞ്ഞ പോലെ മറ്റിടത്തൊന്നും ജോലിയും കിട്ടിയിട്ടില്ല. എൻ്റെ ഒരു ലെവലിലുള്ള ഒരുത്തനും. ഞാൻ നോക്കിയപ്പോൾ ബാക്കിയുള്ളവർക്ക് ഇപ്പോഴും ആ കമ്പനി തന്നെ ജോലി ചെയ്ത് അവിടെ നിന്ന് മരിച്ച് പലരും ഇപ്പോൾ. അതൊക്കെയാണ് കമ്പനികളുടെ പ്രത്യേകത, മനസ്സിലായില്ലേ? ഇവന്മാർ ഈ മലയാളി എന്താ പറയുക, വെളിവില്ലാത്തവന്മാരുടെ പ്രശ്നം ഇതൊക്കെ. മലയാളികളിൽ ഈ കൺസർവേറ്റീവ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പിന്തിരിപ്പം മൂരാച്ചികൾ എന്ന് പറഞ്ഞാൽ നാറികളുണ്ട്. ആ നാറികൾ മാനേജറായിട്ട് ഇരിക്കുന്നിടത്തൊന്നും ഒരുമാതിരിപ്പെട്ട പണികൾ നടക്കത്തില്ല. കാരണം അവൻ അത്ര നാറി അതപ്പതിച്ച ജീവിതം മൊരടിച്ചു പോയി, മനസ്സിലായോ? ജീവിതം തന്നെ ഈ ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടി മാത്രം ഇങ്ങനെ മൊരഞ്ഞു പോയ ചില മാനേജർമാരുണ്ട്. പിന്നെ കൾച്ചർ എന്ന് സാധനം അറിയാലോ, ഇവിടുത്തെ അടിമപ്പണിയൊക്കെ അറിയത്തുള്ളൂ ചെയ്യാൻ. പിന്നെ ഒരാളുടെ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അവനൊരു ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് പിന്നെ ഒരു 2 മണിക്കൂർ അവിടെ നിന്ന് ജോലി ചെയ്ത് ഇവൻ എന്തോ പ്രൊഡക്റ്റീവ് ആണെന്നൊക്കെ പറഞ്ഞ് അതിനാണ് സാലറിയും കൂട്ടി കൊടുക്കും. നമ്മൾ നേരത്തെ പണി തീർത്താവും പറയും ഇവന് പണിയൊന്നും ഇല്ല, ഇവൻ വെറുതെ നടക്കുമെന്ന് പറയും. അതേപോലെ നമ്മൾ നേരത്തെ തീർക്കാനുള്ള എന്തോ കാര്യം എൻ്റെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ എന്താ ഇവന്മാർ എന്തൊക്കെ എനിക്കറിയത്തില്ല. പിന്നെ ഈ കരയുന്ന കുഞ്ഞിനെ വാലുള്ളത് എല്ലാവരും സൂചിപ്പിക്കണം, എന്നാലേ ശമ്പളം കൂട്ടി കിട്ടത്തുള്ളൂ. ഇതൊക്കെയാണ് മലയാളി കൾച്ചർ. അത് ഞാൻ ആദ്യം ജോലി ചെയ്ത കമ്പനിയിലൊക്കെ അങ്ങനെ തന്നെയാണ്. അത് ഈ കമ്പനി വരുമ്പോൾ ആരും ഒന്നും ചോദിക്കുന്നില്ല, പറയുന്നില്ല, അവരവരുടെ പണിയൊക്കെ ചെയ്താൽ മതി, ജോലി ചെയ്യുക, പോവുക. അല്ല ഇതിനിടയിൽ അവനെ സൂചിപ്പിക്കാൻ ചെല്ലണ്ട. ഇയാളോട് ഹായ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അവിടെയൊക്കെ ആൾക്കാർ വന്നിരിക്കുന്നതാണെന്നേ, കൗബോയ് ഹാറ്റൊക്കെ വെച്ചിട്ട് വലിയൊരു മറ്റേ ബൂട്ടൊക്കെ കയറ്റി സ്റ്റൈലിലൊക്കെ ഇങ്ങനെ വന്ന് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചുകൊണ്ട് ഇങ്ങോട്ട് നടന്നു വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ജാക്കറ്റൊക്കെ ഇട്ട് സയന്റിസ്റ്റാ. ഒരുത്തം പൂച്ചയൊക്കെ ആയിട്ട് വന്നിട്ട് ഓഫീസിൽ ഇരിക്കുക, സയന്റിസ്റ്റാ. പക്ഷേ അതുപോലത്തെ കമ്പനിയാണ്. അപ്പോൾ അയാൾക്ക് വല്ലപ്പോഴും വരത്തുള്ളൂ ഈ മറ്റേ റിഗിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വെൽ പ്ലേസ്മെൻറ്റോ എന്തോ ആണോ, അതെൻ്റെ ഒരു ഫ്രണ്ടാണ് വെൽ പ്ലേസ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്. അതുകൂടാതെ ഇങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ചില്ലറക്കാരല്ല. അവരൊക്കെ ഏത് വേഷവും കിട്ടും. അവർ എങ്ങനെ ഇരിക്കുന്നവരെ കാലൊക്കെ ഇങ്ങനെ പൊക്കി ടേബിളിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചാരിയൊക്കെ കിടക്കുമെന്ന് അയാൾ ആലോചിക്കുന്നതാണ്. അയാൾ അങ്ങനെയാ. അത് അമേരിക്കക്കാർ. ഇവിടെ കുറെ ഊത്തോളുണ്ട്, കഞ്ഞിക്ക് വകയില്ലാത്ത നാടാ, മനസ്സിലായോ? ഇവിടെ നേണ്ട് അറ്റവും മുറിയൊക്കെ പഠിച്ചിട്ടുണ്ട്. അവന്മാരവിടെ ഇത് കണ്ടുപിടിച്ച അവന്മാർക്ക് ഇല്ലാത്ത സ്ട്രിക്ട്നെസ് ആണ് ഇവിടെ ഉള്ള. ഇതിന്റെ അറ്റവും മുറിയും പഠിച്ചിട്ട് പോകുന്ന ഒരു മാനേജർക്ക് ഓരോ ഊളകൾ. ഇവൻ്റെയൊക്കെ വിചാരം ഇവനെന്തോ വലിയ ആളായി പോയെന്നാന്നേ. വലിയ ആൾക്കാരെ കണ്ടിട്ടില്ല ഇവനൊന്നും. അങ്ങനത്തെ കുറെ നാറികളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇട്ടാവട്ടത്തെ മാനേജർ, എന്നിട്ട് ഇട്ടാവട്ടത്തെ ഇടുന്ന ആൾ കളിക്കുക. ഒരു 2 പേരോ 5 പേരോ കാണും സ്റ്റാഫ്. അവൻ്റെ വണ്ടി കയറിയിരിക്കുക, വലിയ ആൾ കളിക്കുക, ഞാൻ വലിയ മാനേജറായെന്ന് തോന്നുക. ഇങ്ങനത്തെ നാറികളുണ്ടില്ലേ?
അതുപോലത്തെ ഏതോ നാറിയൊരുത്തൻ അല്ലെ നാറികൾ എന്ന് പറയാം. അല്ലാത്ത മൈരനെ ഇങ്ങനത്തെ മൈരന്മാരെ ഇത് ചെയ്യത്തുള്ളൂ. വെറും പന്ന മൈരന്മാരുണ്ട്, കുറച്ച് കൊള്ളാവുന്ന മൈരന്മാരുണ്ട്, വെറും പന്ന മൈരന്മാരുണ്ട്. പന്ന ബാക്കി ഞാൻ പറയാം, വേറെ ഒത്തിരി ഉണ്ട്. മക്കളുണ്ട്, മോനുണ്ട്, അറിയാമല്ലോ അല്ലേ? അതുപോലത്തെ മൈരന്മാരായിരിക്കും ഇതൊക്കെ പറഞ്ഞാൽ. അല്ല ആരും പറയത്തില്ല, അല്ലെങ്കിൽ വെളിവുള്ളവരാരും ചെയ്യും ഇതൊക്കെ. അവരങ്ങനെ ചെയ്യുന്നു. എന്തോ ഉണ്ടായത്, എന്തിനോ ഇടിഞ്ഞു വീണു അല്ല വേണ്ട, അവിടെ എന്തെങ്കിലും പേപ്പർ ഹോൾഡായിരുന്നിട്ട് ഇവർ പണിയെടുക്കാത്തവരായിട്ട് കണ്ടെത്തിയോ? അല്ല, ഇവിടെ ഒന്ന് മെച്ചപ്പെട്ടിരിക്കുക, സകലതും തട്ടിച്ച് വെട്ടിച്ച് ഉടായിപ്പിച്ച് വെച്ചേക്കുക. പിന്നെ എയർപോർട്ട് ബ്രാഹ്മണര് ചോരുന്നു, റോഡ് ഇളകി വീഴുന്നു, പാലം പൊളിഞ്ഞു വീഴുന്നു, അതുകൊണ്ട് കൊച്ചിലങ്ങാണ്ടൊരു പാലത്തിന്റെ കമ്പികൾ പോലും ദ്രവിച്ചിരിക്കുന്നു. എല്ലാം കഴിഞ്ഞിട്ട് റോഡൊക്കെ കിടക്കുന്ന കിടപ്പ് കാണണം. അപ്പോഴാണ് അതിനകത്തിരിക്കുന്ന ചെറിയ ജീവനക്കാർ, മുനിസിപ്പാലിറ്റിയിലെ ക്ലർക്കോ അല്ല വേണ്ട എന്തെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന ഒരു ഓഫീസ് സ്റ്റാഫ് ഒരു റീൽ എടുത്തപ്പോൾ അവൻ അങ്ങ് സഹിച്ചില്ലെന്ന് മുകളിലിരുന്ന മൈരന്, പോടാ മൈരേ, നീ ഉണ്ടാക്കണ്ട കൂടുതൽ, അത്ര പറയാനുള്ളൂ. ഇങ്ങനത്തെ മൈരനൊക്കെ മൈരാന്ന് വിളിച്ചിട്ട് ഇറങ്ങി പോകണം, പോടാ മൈരാന്ന് പറയണം. നീ എന്നാ പറയുന്നത് ചോദിക്കണം, അവനെയൊക്കെ അങ്ങ് ചീത്ത വിളിക്കണ്ടെന്ന് ആരെങ്കിലും ഒക്കെ കയറി ചുമ്മാ അങ്ങ് തെറി വിളിക്കണമെന്ന് അങ്ങോട്ട് ചെന്നിട്ട്. നീ ഏതാ ചോദിക്കണം, നിനക്ക് പറ്റത്തില്ല, നീ പറ്റണ്ട, ഞങ്ങൾ ചെയ്തോളാം, നിനക്ക് പണിക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിയാൽ പോരാടാന്ന് ചോദിക്കണം. അല്ല നീ എന്ത് ഇത്ര വലിയ വമ്പനാവുന്നത്? അവൻ ഏതാവൻ? വലിയൊരു മൈരൻ. പാട്ടും പാടാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല, ഇരുന്നെന്താ അടിമയോ? ഇടയ്ക്ക് അതൊക്കെ ആവാം. ഇത് സ്ഥിരം അങ്ങ് പാട്ടും പാടിയിരിക്കുകയാണെങ്കിൽ ഓക്കെ, എന്തെങ്കിലും പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? ആദ്യമായിട്ടൊക്കെ അങ്ങനെ ഒരാൾ ചെയ്തു. ഇനി ആരും ചെയ്യരുത്, അതാ വേറെ ഉദ്ദേശം, മനസ്സിലായില്ലേ? ഇനി ആരും ചെയ്യരുത്, എല്ലാവരും ഒന്ന് പേടിക്കിട്ടെന്ന്. അവനതൊക്കെ നീ അറിയത്തുള്ളൂ. അവനെ കൊണ്ട് അവൻ്റെയൊക്കെ വീട്ടിലെന്തായിരിക്കും, അവൻ്റെ പിള്ളേരൊക്കെ കഷ്ടപ്പെടുമായിരിക്കത്തില്ല, ഏതോ പറയണേ ഇവൻ. അവൻ്റെ ഭാര്യ മക്കളെയൊക്കെ ഇങ്ങനെ അനക്കാതെ നിർത്തിയേക്കുവാ. പിള്ളേരൊക്കെ കഷ്ടകാലം നോക്കിക്കോണേ അവൻ്റെയൊക്കെ. അവൻ്റെ തന്നെ പിള്ളേരായതുകൊണ്ട് സഹിക്കുമായിരിക്കും, കാരണം ഇവൻ്റെ അല്ല ജീൻ. പക്ഷെ അതല്ലല്ലോ, ഭാര്യ എങ്ങനെ ആയിരിക്കും സഹിക്കുന്നത്? അത് വേറൊരു ജീനല്ലേ. പിന്നെ ഇവനെ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ കെട്ടിയേക്കുന്നത്. അത് അറേഞ്ച് മാരേജ് ആണെങ്കിൽ പോകാം, കഷ്ടപ്പെടുമായിരിക്കും പെണ്ണ്. അത്രയും നശിച്ചവൻ്റെ കൂടെ ജീവിക്കുന്ന അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കി. ഫക്ക്, അങ്ങനെ വേണം പറയാൻ. ഫക്ഡ് അപ്പ്, ബുൾഷിറ്റ്, എന്തൊക്കെയാ, എന്തൊരു നാണക്കേടാന്ന് നോക്കണേ. ഇവൻ്റെയൊക്കെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞുണ്ടല്ലോ, ആ ഭാര്യയുടെ ഒക്കെ മോന്ത കണ്ടാൽ നമുക്ക് മനസ്സിലാവും, വെറും നശിച്ച് ജീവിക്കുമായിരിക്കും ഉറപ്പാ. ഒന്നിനും കൊള്ളത്തില്ലായിരിക്കും, വേറെ ഒന്നിനും കൊള്ളത്തില്ലായിരിക്കും. അതുകൊണ്ടാണ് എല്ലാം ഇവത്തരൊന്നും പിടിക്കത്തില്ലെന്നേ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ലൈഫൊക്കെ നല്ല ചില്ലായിട്ട് പോവുകയാണ്, ഇതൊക്കെ കണ്ട് എല്ലാവരും എൻജോയ് ചെയ്തേ ഉള്ളൂ അല്ലേ? പിന്നെ അവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള പരിപാടി അവതരിപ്പിച്ച് പണി ചെയ്യാതെ ഇരിക്കുന്നവന്മാർക്ക് ഇല്ലാത്ത കുഴപ്പമായിരിക്കും. ഇവർ ഈ പിള്ളേർ നല്ലപോലെ ജോലി എടുക്കുന്നവരായിരിക്കും, മനസ്സിലായോ? ഈ പണി പോലും ചെയ്യാതെ വേറൊരുത്തിന് എവിടെയൊക്കെ കുത്തി പിടിച്ച് കളിപ്പിച്ച് നടപ്പുണ്ടാവും. ഇവർക്ക് എത്ര എണ്ണം എന്തെല്ലാം കൈക്കൂലി മേടിക്കുന്നുണ്ട്, അതിനൊന്നും ഇല്ലാത്തൊരു കുഴപ്പമാണ്. പപ്പട ഇവനെ എന്താ ചെയ്യണ്ടേ? ഇണ്ടാസ് അടിച്ച് വിട്ടാൽ മൈരന്റെ പേരെന്തോ? അവനൊരു ഫോട്ടോ തരാമോ കാണാനാ? ഈ മൈരനെ കാണാൻ പിന്നെ മിണ്ടൻ മാറി കിടക്കാമല്ലോ. അല്ലെങ്കിൽ ഞാൻ വെറുതെ വഴി നിൽക്കുന്നവർ വണ്ടിക്കോട്ട് വന്നു മുടിയൊക്കെ കുറച്ച് കിടക്കുവാണോ ഇങ്ങോട്ട് വന്നല്ലോ പറഞ്ഞാലോ. അവനെ കാണുമ്പോൾ നമുക്ക് മാറി കിടന്നേക്കാം. അവന്റെ വീടിന്റെ പരിസരത്ത് പോവുകയും വേണ്ട മൈരന്റെ. ഓരോ പറയന്മാര് കൊണക്കൊണാന്ന്. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് മന്ത്രി രാജേഷാന്ന് തോന്നുന്നു അല്ലേ, പുള്ളി പറഞ്ഞു അതിന് കുഴപ്പമൊന്നുമില്ലെന്ന്. അതെന്താ ട്രോളൊക്കെ വന്നു, ആൾക്കാരൊക്കെ ഇങ്ങനെ എതിർത്ത് തുടങ്ങി. അപ്പൊ ഇനി എന്താ വേണ്ടത്? അതൊരു കുഴപ്പമില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഇനി അവതരിപ്പിച്ചുകൂടെ? നിങ്ങൾക്ക് തന്നെ ഒരു വീഡിയോ ഇട്ടുകൂടെ? മറ്റേ മൈരനൊരു മറുപടി വേണ്ടേ? അല്ലേ, ശരിയല്ലേ? അവിടെ കണ്ടോടാ മൈരേ, പാട്ട് മാറ്റ്. ഇല്ലുമിനാറ്റി, ഇപ്പൊ മറ്റേ പാട്ടല്ലേ ഇട്ട്, ഇനി അടുത്ത ഇല്ലുമിനാറ്റി ഇട്. ഇല്ലുമിനാറ്റി രംഗണ്ണന്റെ സീനൊക്കെ കാണിക്കാം അവിടെ കയറി. അല്ല പിന്നെ അവനൊക്കെ നല്ല മറുപടി ഇത് അവിടെ നിന്ന് കൊടുത്തിട്ടില്ല. മന്ത്രി കൊടുത്തത് ഓക്കെ, അത് പോരാ. ആ നായറിയെ ഒരു റീലൂടെ ഇടണം. പറ്റുമോ സക്കീർ ഭായിക്ക് ഒരു റീലൂടെ ഇടാൻ പറ്റുമോ? അങ്ങനെ ഇവൻ ആജീവനാന്തകാലം നിങ്ങളെ ശത്രുവായിട്ടൊക്കെ ആക്കാൻ സാധ്യതയുള്ള ടൈപ്പ് ഒരു ക്യാരക്ടറാണ്. എന്നാലും കുഴപ്പമില്ല, ഈ നായരൻ ശത്രുവായിട്ടിരിക്കുന്ന നല്ലത്. ഇവനെ കൊണ്ട് ഒരു കാലത്ത് ഒരാൾക്കും വലിയ പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല. അപ്പൊ ഈ നായരനെ അങ്ങ് വെറുപ്പിച്ചേക്ക്. അവനവിടെ ഇരുന്ന് അവന്റെ പറി വന്നേക്കും അവൻ കൊണയ്ക്കാൻ. അത് കണ്ടിട്ട് അവൻ എങ്ങനെ ഇത് അറിയുമെന്ന് എനിക്ക് മനസ്സിലാകാതെ. ഇത് കണ്ടിട്ട് മിണ്ടായിരുന്നിരുന്നേ കുഴപ്പമില്ലെന്നേ. ഈ മന്ത്രിയും കിന്ത്രിയെ കൊണ്ടൊക്കെ എന്തിനു പറയിക്കണം? കലാപരമായ കഴിവൊന്നും ഇല്ല. ഞാൻ മൊത്തത്തിൽ മണ്ണയാണ്ടാടേ. ഈ ചിലർ പഠിച്ചിട്ട് എങ്ങനെയൊക്കെ PSC ഒക്കെ എഴുതി മെമ്മറി ഉണ്ടാവും. അത് വെച്ച് ഇങ്ങനെ ഡിക്ക് ചെയ്ത് ഓർത്തൊക്കെ എന്തൊക്കെ എഴുതി കയറി പറ്റും. ഒരു കഴിവും കാണത്തില്ല. കലാപരമായിട്ടൊന്നുള്ള കഴിവെന്നല്ല, പല ബാക്കിയുള്ള കഴിവുകളൊന്നും കാണത്തില്ല. ചിലപ്പോൾ ഒരു സ്പോർട്സിൽ പോലും പങ്കെടുത്ത് കാണത്തില്ല. സ്പോർട്സും ഗെയിംസും ഒന്നും ഇല്ലാത്ത ഏതോ ഒരുത്തൻ, മനസ്സിലായില്ലേ? അത്രയ്ക്കും കഴിവില്ലാത്തവനായിരിക്കും. അല്ലെങ്കിൽ ഇതേ പിടിക്കത്തില്ലല്ലോ. ഇതെല്ലാം എങ്ങനെ കയറി പിടിക്കുന്നേ? ഈ കേസ് എങ്ങനെ എടുക്കുന്നത്? അതിന് പ്രത്യേക ഒരു മൈൻഡ് സെറ്റ് വേണം. ആ മൈൻഡ് സെറ്റ് ഉണ്ടാവുന്നത് മുരടിച്ചു പോയതുകൊണ്ടാ. വേറെ ഒന്നും ഇല്ല, വേറെ എന്റർടൈൻമെന്റ് ഒന്നും ഇല്ല, വേറെ ഒന്നിനും കൊള്ളത്തില്ല. അതുകൊണ്ടായിരിക്കും.